ലഹരിയുടെ ഉപയോഗം അത് സെറ്റുകളിൽ നിയന്ത്രിക്കുന്നതിനായി നടപടിയെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ട് 3 വർഷത്തോളമായി, പക്ഷെ ഒന്നും കാണുന്നില്ല. ഗുഡ് ഈവനിങ്. അല്ല, അത് സർക്കാരിന്റെ ഒരു എൻഫോഴ്സ്മെന്റ് ആണത് ചെയ്യേണ്ടത്. ഇപ്പോ സർക്കാരിന് ഷാഡോ പോലീസ് ഉണ്ട്, സർക്കാരിന് വിവിധ സംവിധാനങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും ഇന്നലെയും റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനെ ഏതെങ്കിലും നമ്മൾ സിനിമയോ അല്ലെങ്കിൽ സീരിയലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയാണ് ഇത് വ്യാപിക്കുന്നതെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എൻഫോഴ്സ്മെന്റ് ശക്തമാക്കണം. അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നേരെയാകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ മുക്കിന് പോലീസ് വേണം, ഷാഡോ പോലീസ് വേണം, അല്ലെങ്കിൽ എക്സൈസ് വേണം. ആ എക്സൈസുകാർക്കൊന്നും അവർ പറയുന്ന പലയിടത്തുമൊക്കെ ഞാൻ കേട്ടതാണ്, ജീപ്പിന് ഡീസൽ അടിക്കാൻ കാശില്ല എന്ന് പറയുന്നതിലൊക്കെ എന്ത് മണ്ടത്തരം അതൊക്കെ അല്ല. എന്തൊരു മോശമാണ്. കാരണം ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ട മേഖലയാണിത്. നമ്മുടെ നാടിന്ന് ഭയങ്കര ഡേഞ്ചർ ആയ ഒരു അവസ്ഥയിലാണ്. ശ്രീ വിനയൻ, താങ്കൾക്കും അറിയാമല്ലോ, 2 വകുപ്പിനാണ് ഇവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളിലൂടെ പോകേണ്ടി വരുന്നത്. ഒന്ന് എക്സൈസ് ആണ്, ഒന്ന് വനവകുപ്പാണ്. കാട്ടാനയും കാട്ടുപന്നിയും കടുവയും എല്ലാം നാട്ടിലിറങ്ങി മനുഷ്യനെ കൊല്ലുകയാണ്. അപ്പോൾ അവിടെയും പെട്രോൾ അടിക്കാൻ ജീപ്പ് എടുത്തു പോകാൻ വനവകുപ്പിന് കഴിയുന്നില്ല. ഇവിടെ ഈ പരിശോധനകൾ നടത്തി ലഹരിക്ക് തടയിടേണ്ട എക്സൈസിനും ആവശ്യത്തിന് സന്നാഹമില്ല, വേണ്ട സ്റ്റാഫ് പോലും അവർക്ക് കൃത്യമായില്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായി സമൂഹത്തിൽ ഇടപെടേണ്ട വകുപ്പുകളെ നിർവീര്യമാക്കി നിർത്തുന്നത് ആരെ സഹായിക്കാനാണ് അപ്പോൾ സർക്കാർ ചെയ്യുന്നത്? അതെ, അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മളിപ്പോ ഏത് സർക്കാരാണേലും ഏറ്റവും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വിജിലന്റ് ആയിട്ട് നിൽക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും മയക്കുമരുന്ന് വ്യാപകമാണ്, വയലൻസ് വ്യാപകമാണ്. ഇതൊന്നും ഇന്നലെ ഒരു സിനിമ റിലീസ് ചെയ്തുകൊണ്ടൊന്നുമല്ല, ഇത് 2-4 വർഷങ്ങളായിട്ട് ഇവിടെ ഭയങ്കര ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. ഇത് മാറണമെങ്കിൽ ശ്രീമതി സുജയ, ഇത് മാറണമെങ്കിൽ പോലീസും എക്സൈസും വിജിലന്റ് ആയിട്ട് മുക്കിന് ഇത് ആൾക്കാരെ ചെക്ക് ചെയ്യണം, സംശയമുള്ളവരെ റെയ്ഡ് ചെയ്യണം, ഇവരെ പിടിക്കണം. എന്ന് മാത്രമല്ല, പിടിക്കപ്പെടുന്നവർ ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഏത് വലിയ രാഷ്ട്രീയക്കാരന്റെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ പണക്കാരന്റെ മക്കളാണല്ലോ, അവരൊക്കെ അകത്തു പോകും എന്നുള്ള കർശനമായ തോന്നലുണ്ടായാൽ മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ. അല്ലാതെ ഇത്തരം നിങ്ങളെ പോലുള്ളവരുടെ ചർച്ചകളൊക്കെ ഇങ്ങനെ കേട്ടു പോകാം എന്നുള്ളതല്ലാതെ സർക്കാർ വിജിലന്റ് ആകാതെ പോലീസ് നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ ശ്രീ വിനയൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബോധവൽക്കരണത്തിനായി ആളുകളോട് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് പോയി പരിശോധന നടത്താൻ കഴിയില്ല. യഥാർത്ഥത്തിൽ പരിശോധന നടത്താനായി കഴിവുള്ള, അതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അത് ചെയ്യുന്നുമില്ല. പ്രൊഡ്യൂസർ